അതെ, കഴിച്ച് പകുതിയായപ്പോഴാണ് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ആ ഒരു ഫീലും സോഫ്റ്റ്നെസ്സൊക്കെ നിങ്ങളും കൂടി ഒന്ന് കാണിക്കണമല്ലോ എന്നുള്ള ഓർമ്മ സത്യം പറഞ്ഞാൽ വന്നത്. അപ്പോൾ അതാ കഴിച്ച് പകുതി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സാധനം തീർന്നിട്ടില്ല, അതുകൊണ്ട് കാണിച്ചു തരാം. ബ്രെഡ് കൊണ്ടും മറ്റൊക്കെ ഇതേപോലെ പുഡിങ് ഉണ്ടാക്കണ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കണ ഇതേപോലത്തെ പുഡിങ് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ ടേസ്റ്റ് ആയിന് കേട്ടോ, കാണാനും നല്ല ക്യൂട്ടേനി. ഇതാ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കട്ട് ചെയ്യുന്നതിനിടയിൽ വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ പോലും ഇല്ലാതെ ഞാൻ തന്നെ ഒന്ന് കടിച്ചു പോയി. അതാണ് ആ പീസ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലും കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ വേറെ കാരമലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആവശ്യത്തിലും കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു പഴത്തിന് ലെവൽ ചെയ്യുന്ന രീതിയിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ സംഭവം അതാ ബ്ലെൻഡ് ചെയ്ത് നല്ലോണം ഫൈൻ പേസ്റ്റ് ആക്കി അരയ്ക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം അരച്ചിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കും. ഞാൻ നമ്മൾ പഞ്ചസാരൻ്റെ പണി നോക്കുന്നത്. നേരത്തെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുള്ള് പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ. ബാക്കിയുള്ള പഞ്ചസാര ഈ പാനിലേക്ക് ഇട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അങ്ങനെ അതിങ്ങനെ കുറച്ച് ചൂടായി അതൊന്നായിട്ട് ഉരുകി കാരമലായി ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അപകടമില്ലാതെ സൂക്ഷിക്കണം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ സൂക്ഷിച്ച് നമ്മളിതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ഈ കാരമലൈസ് ചെയ്തത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കേക്ക് ടിന്നിലേക്ക് ഒരു ഗ്ലാസ് ഞാൻ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ശേഷം ഇത് ചുറ്റും ഒഴിച്ചിട്ട് ആ സൈഡിലേക്കൊക്കെ ഒന്ന് ഈ കാരമലൈസ് ചെയ്തതും കൂടി ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് അങ്ങനെ ആക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ പഴം മുട്ടൊക്കെ അടിച്ചില്ലേനോ പാലൊക്കെ, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ആയിട്ടുള്ളത്. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞ് കുക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം സംഭവം നല്ല പൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനി നമ്മൾക്ക് ഒന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ കരുതി ഏതായാലും തണുപ്പിച്ചിട്ടില്ല സാധനം കഴിക്കാനുള്ളത്, നേരെ ഇതേപോലെ അങ്ങോട്ട് കയറ്റി വിട്ട് ഫ്രിഡ്ജിലേക്ക്. അങ്ങനെ ഫ്രിഡ്ജിൽ ഞാനൊരു അരമണിക്കൂർ വെച്ചതിൻ്റെ ശേഷം അപ്പം എടുത്തുക്കാൻ നോക്കിയപ്പം അപ്പോഴും ഗ്ലാസ് കിട്ടുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് ടിന്നിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഗ്ലാസ്മലാക്കാൻ വിട്ടുപോയില്ലേ. അതിനോണ്ട് കിട്ടിയ പണിയാണത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ തോറ്റു കൊടുക്കാൻ പാവില്ല. കട്ടി കൊണ്ട് ഈ ഗ്ലാസ് മൊത്തമൊക്കെ ഒന്ന് വിടുത്തിയതിന് ശേഷം നേരെ പ്ലേറ്റിലേക്ക് ഒറ്റ കമഴ്ത്തിൽ സംഭവം നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തെറ്റ് ഏത് പോലീസുകാരന് പറ്റുമല്ലോ. അപ്പം ഇനി ആ സൈഡിലേക്ക് കേക്ക് ടിൻ്റെ സൈഡിലൊക്കെ കാരമലൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഗ്ലാസ്സും കൂടി ഒന്നാക്കി കൊടുത്താൽ കേട്ടോ. എന്നാൽ സംഭവം നല്ല പൊളിയായിട്ട് വന്നോളും. എന്നെ പോലെ കത്തിയിട്ട് ഇങ്ങനെ കറക്കൊന്നും വേണ്ട. അപ്പോൾ അത് സാധനം സെറ്റായിട്ടുണ്ട്. ബ്രെഡ് കൊണ്ടുള്ള പുഡിങ്ങും മറ്റ് സൈസുള്ള പുഡിങ്ങുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നേന്ത്രപ്പഴം കൊണ്ടും നല്ല അടിപൊളി പുഡിങ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ. കഴിച്ചു നോക്കിയാലും സംഭവം ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടൊരു കാര്യം, പഴുത്ത പഴം നോക്കിയെടുക്കട്ടോ. എൻ്റെ പഴത്തിന് വലിയൊരു പഴുപ്പൊന്നുമില്ല ഇനി. അതുകൊണ്ട് ഇങ്ങനെ ഗമണ്ടൻ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. ആ പഴത്തിൻ്റെ ഒരു പഴുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ എനിക്ക് കഴിച്ചപ്പോഴുള്ളത് പറയാലോ തോന്നിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഏതായാലും നിങ്ങൾ പഴുത്ത പഴം കൊണ്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമുക്ക് പിന്നെ കണ്ടല്ലോ. ബൈ.